ഇന്ത്യയുടെ ദേശീയ പതാക എപ്പോഴാണ് RSS എന്നുള്ളൊരു സംഘടന ഇതിനെ ഒന്ന് അവരുടെ കയ്യിലേക്കൊന്ന് പിടിക്കാനും ഓഫീസിൽ ഉയർത്താനും തീരുമാനിച്ചതെന്ന് ലാലിനറിയാമോ? 2002 ശേഷമാണ്. ഇന്ത്യയുടെ ദേശീയ പതാക RSSൻ്റെ ഓഫീസിൽ ഉയർത്തിയതിന് ആ ഉയർത്തിയ ആളുകളെ ആക്രമിക്കുകയും അവർക്കെതിരായി കേസ് കൊടുക്കുകയും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ നാഗ്പൂരിൽ ഉൾപ്പെടെ? ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പറഞ്ഞു. സ്വരാജ് പൂർണ്ണ സ്വരാജ് എന്നുള്ള ആ ആശയം ആദ്യമായി 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ സമ്മേളനത്തിൽ അവതരിപ്പിച്ച 2 പേരുണ്ട്. ഒരാൾ സ്വാമിയായിരുന്നു, ഒരാൾ മൗലാന ആയിരുന്നു. ഒരാൾ സ്വാമി കുമാരാനന്ദ്, മൗലാന ഹസ്രത് മൊഹാനി. 2 പേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഗാന്ധിജി അടക്കമുള്ള വലിയ നേതാക്കന്മാരുടെ പിന്തുണ കിട്ടാത്തത് കൊണ്ട് അതന്ന് പാസ്സായില്ല. പക്ഷേ 1929 ആയപ്പോൾ അതേ പ്രമേയം തന്നെയാണ് കോൺഗ്രസ് പാസ്സാക്കിയത്, പൂർണ്ണ സ്വരാജ്. കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കൂ നിങ്ങൾ, കായികമായും ആശയപരമായുമല്ല. എൻ്റെ വിനീതമായ ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന ഒരു RSS നേതാവിൻ്റെ, ഒരു ഹിന്ദു മഹാസഭ നേതാവിൻ്റെ, ഇന്ന് BJP അത്തരത്തിൽ കൊണ്ടാടുന്ന ഒരു നേതാവിൻ്റെ പേര് നിങ്ങളൊന്ന് പറയും. ഒരു നേതാവിൻ്റെ പേര്. ഇന്ന് യൂണിയൻ ക്യാബിനറ്റിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രി, അത്തരത്തിലുള്ള അങ്ങനെ ആരെങ്കിലും ഒരാളുടെ പേരൊന്ന് പറയും. ഒരാളുടെ പേര്. ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൻ്റെ നാലയലത്ത് പോലും നിന്നിട്ടില്ലാത്ത കുറേ ആളുകൾ, ആ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ ഒറ്റുകൊടുക്കാനായി പ്രയത്നിച്ച ആളുകൾ എന്ന് മാത്രമല്ല, അന്നത്തെ മുസ്ലിം ലീഗുമായി ചേർന്ന് നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിലും അങ്ങനെ ബംഗാളിലും അടക്കം ബ്രിട്ടീഷുകാരുമായി സന്ധി ഉണ്ടാക്കിയ അത്തരത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കി ഭരിച്ചവർ, അവരുടെ പിന്മുറക്കാർ വന്ന് നമ്മളെ ദേശസ്നേഹം പഠിപ്പിക്കുമ്പോൾ ഞാനടക്കം കുമ്പിട്ടിരുന്ന് കേൾക്കണം എന്ന് വെച്ചാൽ